ഹലോ നമസ്കാരം. നമുക്കിന്ന് ചക്കക്കുരു മാങ്ങി കറി ഉണ്ടാക്കാം. ചക്കക്കുരു നന്നായി ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ചിരണ്ടിയൊക്കെ കളഞ്ഞ് പണ്ടൊക്കെ നമ്മൾ നന്നായി ചിരണ്ടി കളയായിരുന്നു ബ്രൗൺ ഷെയ്ഡൊക്കെ. ഇന്നിപ്പോൾ അത്രയൊന്നും ചിരണ്ടി കളയത്തില്ല. ഒരു കുക്കറിലേക്കിട്ട് ഞാൻ ഒരു 4-5 വിസിലടിപ്പിച്ചു. ചക്കക്കുരു നല്ല വേവുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കക്കുരു വെന്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് എയറൊക്കെ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ചക്കക്കുരു നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്തു. മാങ്ങയും ചക്കക്കുരു ഒന്നിച്ചിടാത്തത് മാങ്ങയ്ക്ക് വേവ് കുറവാണ്, ചക്കക്കുരുവിന് നല്ല വേവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാങ്ങയും ചക്കക്കുരു ഒന്നിച്ചിടാത്തത്. ചക്കക്കുരു മാത്രമായിട്ട് ആദ്യം വേവിക്കാൻ വെച്ചത്. പിന്നെ ഞാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് എടുക്കുന്നത്. കാന്താരി മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ആദ്യം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമ്മുടെ ചക്കക്കുരു മാങ്ങയും വേവിക്കാൻ വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ചക്കക്കുരു ഏകദേശം വെന്തതാണ്. മാങ്ങ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ മഞ്ഞൾപ്പൊടിയും കാന്താരി മുളകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും ചെയ്യും. ചെറുതായിട്ട് തിളയൊക്കെ വരുമ്പോഴത്തേയും നമുക്ക് ചക്കക്കുരു മാങ്ങയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ചെറുള്ളി, പിന്നെ കുറച്ച് തേങ്ങ. നമ്മൾ എന്തോരമാണോ ചക്കക്കുരു മാങ്ങയൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് തേങ്ങയും ഞാൻ മിക്സിയിലിട്ട് അരിപ്പ് തയ്യാറാക്കി. അതിനുശേഷം നമ്മുടെ ചക്കക്കുരു മാങ്ങയും ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോൾ തിളയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ചെറുതായിട്ട് നമുക്ക് തിള വരുമ്പോഴത്തേയും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറക്കാം. കടുക് വറക്കുന്ന പാത്രത്തിൽ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, പിന്നെ ചെറുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്ത് പൊട്ടിച്ച് ഞാൻ കറിയിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങി കറി റെഡി ആയിട്ടുണ്ട്.